ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മൾ +1 അക്കൗണ്ടിങ്ങിലെ മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ, റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 അല്ലേ. അതിന് മുമ്പ് നമ്മൾ ജേണൽ എഴുതി, 2 ജേണൽ എഴുതി അല്ലേ. ജേണൽ നമ്മൾ റെക്കോർഡ് ചെയ്ത്, ജേണൽ വരച്ചിട്ട് ജേണൽ ഡെബിറ്റും ക്രെഡിറ്റും ആക്കി നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി അടുത്ത പാർട്ട് പറയാനുള്ളത് ലെഡ്ജറാണ്. അപ്പോൾ ലെഡ്ജർ എഴുതണമെങ്കിൽ നമ്മൾ ജേണലിൽ നിന്നാണ് ലെഡ്ജർക്ക് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തതിന് ശേഷം അതിൻ്റെ ജേണൽ എഴുതിയിട്ട് ആ ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് നമുക്ക് പോസ്റ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക കേട്ടോ. ഫസ്റ്റ് ട്രാൻസാക്ഷനാണ് 2008 February 1 മോഹൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 25,000. മോഹൻ എന്ന് പറഞ്ഞ ആൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, 25,000 രൂപ വെച്ചിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 4th 4-ാം തീയതി ട്രാൻസാക്ഷനാണ്. ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് റുപ്പീസ് 5,000, 5,000 രൂപ അയാൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. 6th 6-ാം തീയതി പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് കൊടുത്തിട്ട് അയാൾ സാധനം വാങ്ങി, 4,000 രൂപേൻ്റെ സാധനം ക്യാഷ് കൊടുത്തിട്ട് വാങ്ങി. അടുത്ത 9th 9-ാം തീയതി പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം അരുണിൻ്റെ കയ്യിൽ നിന്ന് കടത്തിന് സാധനം വാങ്ങി 3,000, 3,000 രൂപേൻ്റെ സാധനം അരുണിൻ്റെ കയ്യിൽ നിന്ന് കടത്തിന് വാങ്ങി. അടുത്ത 12th 12-ാം തീയതി സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് 3,000, ക്യാഷിന് സാധനം വിറ്റു, ക്യാഷ് കിട്ടിയിട്ടുണ്ട്, 3,000 രൂപ കിട്ടിയിട്ടുണ്ട്. അടുത്ത 15-ാം തീയതി 15th സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു അൻവർ റുപ്പീസ് 2,000, അൻവറിന് കടത്തിന് വിറ്റു, 2,000 രൂപേൻ്റെ സാധനം അൻവറിന് കടത്തിന് വിറ്റു. അടുത്ത 15-ാം തീയതി 15-ാം തീയതി ഞാൻ പറഞ്ഞല്ലോ. അടുത്ത 17-ാം തീയതി ക്യാഷ് പെയ്ഡ് ടു അരുൺ റുപ്പീസ് 2,000. അരുൺ നമുക്ക് എന്ത് ചെയ്തു, ക്യാഷ് അരുൺ നേരത്തെ നമുക്ക് ക്യാഷ് തരാണ്ട്, അരുണിന് നമ്മൾ ക്യാഷ് കൊടുത്തു. അരുണിൻ്റെ അടുത്ത് നമ്മൾ സാധനം കടത്തിന് വാങ്ങിയിരുന്നു, ആ ക്യാഷ് അരുൺ നമ്മൾ കൊടുത്തു 2,000 റുപ്പീസ് 2,000. 2022 22-ാം തീയതി ക്യാഷ് റിസീവ്ഡ് ഫ്രം അൻവർ, ക്യാഷ് റിസീവ് അൻവറിൻ്റെ അടുത്ത് നമുക്ക് ക്യാഷ് കിട്ടി. അൻവർ നമ്മൾ നേരത്തെ അൻവറിൻ്റെ സാധനം കടത്തിന് വിറ്റിരുന്നു, അപ്പോൾ അൻവർ ആ ക്യാഷ് നമുക്ക് കൊണ്ടുവന്നു. അടുത്തത് 25-ാം തീയതി വിഡ്യൂ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ് റുപ്പീസ് 1,000. 25th വിഡ്യൂ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്, വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ക്യാഷ് പിൻവലിച്ചു, 1,000 പിൻവലിച്ചു. അടുത്തത് 28th 28-ാം തീയതി പെയ്ഡ് സാലറി ടു സ്റ്റാഫ് റുപ്പീസ് 3,000, സ്റ്റാഫിന് 3,000 സാലറി കൊടുത്തു. ഈ ട്രാൻസാക്ഷൻ എല്ലാവരും ഞാൻ വായിച്ചല്ലോ, ഈ ട്രാൻസാക്ഷൻ എല്ലാവരും ഇതിൻ്റെ കൂടെ തന്നെ എഴുതി വെക്കുക. ഇത് ഞാൻ വായിച്ച് കളിയാണ്. ഇനി ഇതിൻ്റെ ജേണൽ എഴുതാം. ജേണൽ എഴുതിയിട്ട് അതിൽ നിന്ന് ലെഡ്ജറിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ജേണൽ വരക്കുക കേട്ടോ. ജേണൽ വരക്കുക, ഇതിൻ്റെ ജേണൽ പെട്ടെന്ന് തയ്യാറാക്കുക. ജേണലിൻ്റെ കോളങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഡേറ്റ് അല്ലേ, ഫസ്റ്റ് കോളം ഡേറ്റ്, സെക്കൻഡ് കോളം പർട്ടിക്കുലേഴ്സ്, തേർഡ് കോളം LF ലെഡ്ജർ ഫോളിയോ, പിന്നെ ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട് അല്ലേ, ഡെബിറ്റ് ക്രെഡിറ്റ്. അപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കുക. 1-ാം തീയതിയിലെ ട്രാൻസാക്ഷൻ മോഹൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 25,000. എൻ്റെ എന്താ വരിക, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ അല്ലേ. 1-ാം തീയതി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു മോഹൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്, മോഹൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്, മോഹൻ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു മോഹൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് റുപ്പീസ് എത്ര വരും, 25,000, 25,000 അല്ലേ. അടുത്ത ട്രാൻസാക്ഷൻ നോക്കുക, എന്താണ് നെക്സ്റ്റ് 4th 4-ാം തീയതിയിലെ ട്രാൻസാക്ഷൻ ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് അല്ലെ. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ എന്താ വരിക, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് അല്ലേ. എത്ര എമൗണ്ട്, 5,000. ജേണൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ നമ്മൾ 2 ജേണൽ ചെയ്തു, ടേബിളും ചെയ്തു, അതിൽ ജേണൽ റെക്കോർഡ് ചെയ്തു അല്ലേ. ഇനി 3-ാമത്തെ ജേണൽ ഇതിൽ നിന്ന് ലെഡ്ജർക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ജേണൽ നമ്മൾ എഴുതുന്നത്.
അപ്പോൾ 4-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് 6th 6-ാം തീയതിയിലെ ട്രാൻസാക്ഷൻ പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് അല്ലേ, പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്. അപ്പോൾ എന്താ വേണ്ടി വരിക, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് അല്ലേ. എത്ര എമൗണ്ട്, 4000, 4000. ഇത് ചെയ്യുമ്പോൾ എഴുതുമ്പോൾ വീഡിയോ കാണുന്നവർ ഇതിൻ്റെ കൂടെ തന്നെ എഴുതി പോവുക, എന്നാലും നമുക്ക് ലെഡ്ജർക്ക് പോസ്റ്റ് ചെയ്യാൻ മനസ്സിലാവും. ആദ്യം ജേണൽ എഴുതുക, ജേണൽ അവിടെ ബോർഡിൽ എഴുതിയിരുന്നത് മായ്ച്ചു കളഞ്ഞപ്പോൾ ജേണൽ പറയുമ്പോൾ തന്നെ ജേണൽ എഴുതുക, ട്രാൻസാക്ഷൻ നേരത്തെ എഴുതിയിരുന്നത് മായ്ച്ചു കളഞ്ഞപ്പോൾ ആ ട്രാൻസാക്ഷൻ ആ ക്വസ്റ്റിന് ജേണലൈസ് ചെയ്യാനുള്ള ക്വസ്റ്റിന് നേരത്തെ എഴുതിയിരുന്നത് അത് എല്ലാവരും എഴുതിയെടുക്കുക. അതിനുശേഷം ഈ ജേണൽ ഇതിൻ്റെ കൂടെ തന്നെ എഴുതുക, എന്നാലും ലെഡ്ജർക്ക് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 9 ഡേറ്റ് 9th പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം അരുൺ. അരുണിൻ്റെ അടുത്ത് നമ്മൾ എന്ത് സാധനം കടത്തിന് വാങ്ങി. ഇപ്പം എന്താ വരിക, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു അരുൺ അല്ലേ, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു അരുൺ, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു അരുൺ അക്കൗണ്ട് rupees 3000. നെക്സ്റ്റ് എത്ര ഡേറ്റ്, 12th 12-ാം തീയതി സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. എന്താണ്ട് വരിക, സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് അല്ലേ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. എത്ര എമൗണ്ട് വരിക, 3000. നെക്സ്റ്റ് 15th 15-ാം തീയതി സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ടു അൻവർ. അൻവറിന് കടത്തിന് വിറ്റു. ഇപ്പോൾ എന്താ ഡെബിറ്റ് വരിക, അൻവർ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അല്ലേ. എത്ര എമൗണ്ട് വരിക, 2000. അടുത്ത ട്രാൻസാക്ഷൻ എന്താ, എത്ര ഡേറ്റ്, 17th 17 അല്ലേ, 17 ക്യാഷ് പെയ്ഡ് ടു അൻവർ. അൻവറിന് ക്യാഷ് കൊടുത്തു. എന്നാണ്ട് വരിക, അൻവർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് അല്ലേ. എത്ര എമൗണ്ട് വരിക, 2000. നെക്സ്റ്റ് 22-ാം തീയതി ക്യാഷ് റിസീവ്ഡ് ഫ്രം അൻവർ. അൻവറിൻ്റെ അടുത്ത് നിന്ന് ക്യാഷ് റിസീവ് ചെയ്തു. 17-ാം തീയതി 17 ക്യാഷ് പെയ്ഡ് ടു അരുൺ എന്നാണ് കേട്ടോ, അരുൺ അക്കൗണ്ട് 17-ാം തീയതി ക്യാഷ് പെയ്ഡ് ടു അരുൺ എന്നാണ്. അപ്പോൾ അരുൺ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ്, അരുൺ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ 22 ക്യാഷ് റിസീവ്ഡ് ഫ്രം അൻവർ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അൻവർ അക്കൗണ്ട് അല്ലേ. എത്ര ₹500. ഓക്കെ, നെക്സ്റ്റ് 25th വിഡ്യൂ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്. വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ക്യാഷ് പിൻവലിച്ചു. അപ്പോൾ ഡ്രോയിങ്സ് ആണല്ലേ, ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. നെക്സ്റ്റ് 28th അത് ഡ്രോയിങ്സ് എത്ര എമൗണ്ട്, 1000 അല്ലേ. 28th പെയ്ഡ് സാലറി കൊടുത്തു. അപ്പോൾ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. എത്ര എമൗണ്ട്, 3000. ഞാൻ വീണ്ടും പറയുകയാണ്, നേരത്തെ ട്രാൻസാക്ഷൻ എഴുതാത്തവർ, ജേണലിൻ്റെ ക്വസ്റ്റ്യൻ എഴുതാത്തവർ ജേണലിൻ്റെ ക്വസ്റ്റ്യൻ ആദ്യം എഴുതുക. ഞാൻ അപ്പോൾ ഇത് വായിച്ചപ്പോൾ എൻഡ് എഴുതി പറഞ്ഞപ്പോഴും ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ ജേണൽ എഴുതിയിട്ടേ നമുക്ക് ലെഡ്ജർക്ക് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ജേണൽ എഴുതി വെക്കുക, എന്നിട്ടേ നമുക്ക് ലെഡ്ജർക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ, എത്ര ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കണം നോക്കണം, എത്ര അക്കൗണ്ട് വേണ്ടി വരും നോക്കുക. അപ്പോൾ നമ്പർ കൊടുക്കുക, ക്യാഷ് 1, ക്യാപിറ്റൽ 2, ബാങ്ക് 3 അല്ലേ. ക്യാഷ് 1, ക്യാപിറ്റൽ 2, ബാങ്ക് 3, ക്യാഷിന് 1 തന്നെ കൊടുക്കുക. പർച്ചേസ് 4, ക്യാഷ് 1 തന്നെ, പർച്ചേസ് വീണ്ടും 4, അരുൺ 5 അല്ലേ, അരുൺ 5, ക്യാഷ് 1 തന്നെ കൊടുക്കും. വ്യത്യസ്ത ഐറ്റത്തിന് വ്യത്യസ്ത നമ്പർ കൊടുക്കുക കേട്ടോ. എത്ര ലെഡ്ജർ അക്കൗണ്ട് ചെയ്യണം നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
ക്യാഷ് 1, സെയിൽസ് ഇവിടെ നേരത്തെ പറഞ്ഞിട്ടില്ല അപ്പോൾ 6, അൻവറും നേരത്തെ പറഞ്ഞിട്ടില്ല അപ്പോൾ 7, സെയിൽസ് ഇവിടെ പറഞ്ഞു അപ്പോൾ 6, ഓരോന്നിനും നേരെ. അടുത്ത അരുൺ നേരത്തെ പറഞ്ഞു 5 ആണ് അല്ലേ. അരുൺ 5, ക്യാഷ് 1 തന്നെ, ക്യാഷ് 1. അൻവർ നേരത്തെ പറഞ്ഞു, അൻവർ എത്രയാണ്? 7 ആണ്. ഡ്രോയിങ്സ് 8, ക്യാഷ് 1 തന്നെ. സാലറി 9, ക്യാഷ് 1. അപ്പോൾ എത്ര ലെഡ്ജർ അക്കൗണ്ട് ചെയ്യണം നോക്കാൻ വേണ്ടിയിട്ട് ഈ നമ്പർ കൊടുത്ത് ഓരോന്നിനും ഓരോന്ന് സെപ്പറേറ്റ് അക്കൗണ്ട് ചെയ്യാം. ലെഡ്ജർ ആകുമ്പോൾ ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് അക്കൗണ്ട് വേണം. അപ്പോൾ ക്യാഷ് 1, ക്യാപിറ്റൽ 2, ക്യാഷ് ഒരുപാട് വട്ടം വന്നാൽ ആ നമ്പർ തന്നെ കൊടുത്താൽ മതി. അതുപോലെ ക്യാപിറ്റൽ വീണ്ടും വന്നാൽ ആ നമ്പർ തന്നെ കൊടുത്താൽ മതി. വ്യത്യസ്ത ഐറ്റത്തിന് വ്യത്യസ്ത നമ്പർ കൊടുക്കുക. മനസ്സിലായില്ലേ പറഞ്ഞാൽ? ക്യാഷിന് 1 കൊടുത്തു, പിന്നെ അവിടെ ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ആണല്ലോ. ക്യാപിറ്റൽ അക്കൗണ്ട് 2 കൊടുത്തു, പിന്നെ ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ്. ബാങ്ക് നേരത്തെ വന്നിട്ടില്ല അപ്പോൾ 3 കൊടുത്തു. ടു ക്യാഷിന് നേരത്തുള്ള നമ്പർ തന്നെ. അപ്പോൾ വന്നതിന് അതേ നമ്പർ കൊടുക്കുക, വരാത്തതിന് വ്യത്യസ്ത നമ്പർ കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കണം നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഇവിടെ നമുക്ക് എത്ര ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കണം? 9 ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കണം. ഇനി ലെഡ്ജർ എന്താണെന്ന് പറയാം കേട്ടോ. ഓക്കെ, ഇതെല്ലാവരും എഴുതുക. ആദ്യം ഞാൻ ട്രാൻസാക്ഷൻ എഴുതിയെടുക്കുക, എന്നിട്ട് അതിൻ്റെ ജേണൽ ചെയ്യുക. ജേണലിൽ ഇതേപോലെ നമ്പർ കൊടുക്കുക. നമ്പർ കൊടുക്കേണ്ടത് പറഞ്ഞല്ലോ, വ്യത്യസ്ത ഐറ്റത്തിന് വ്യത്യസ്ത നമ്പർ കൊടുക്കുക. കാരണം എത്ര ലെഡ്ജർ അക്കൗണ്ട് ചെയ്യണം എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത ഐറ്റത്തിന് എന്ത് ചെയ്യുക? വ്യത്യസ്ത നമ്പറുകൾ കൊടുക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് 9 അക്കൗണ്ട് തയ്യാറാക്കാം അല്ലേ? 9 അക്കൗണ്ട്. ഓക്കെ, ഇതൊക്കെ എന്ത് ഈ വീഡിയോ കാണുന്നവർ ഞാൻ പറയുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ എഴുതി പോവുക. ട്രാൻസാക്ഷനും ജേണലൊക്കെ ലെഡ്ജർ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ഈ നെക്സ്റ്റ് ആണ് നമുക്ക് ലെഡ്ജർ. ഇനിയാണ് ഇന്നത്തെ പാർട്ടിലേക്ക് പോകുന്നുണ്ടോ. ജേണൽ വരെ ഇന്നലെ പറഞ്ഞിരുന്ന നെക്സ്റ്റ് ആണ് ലെഡ്ജർ. എന്താണ് ലെഡ്ജർ? നെക്സ്റ്റ് പാർട്ടാണ് ലെഡ്ജർ. ലെഡ്ജർ എന്താണ് ലെഡ്ജർ? എ ലെഡ്ജർ ഈസ് എ ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ്. ഇറ്റ് ഈസ് എ സെക്കൻഡറി റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ലെഡ്ജർ ധാരാളം അക്കൗണ്ടുകളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ പറയുന്നത് ലെഡ്ജർ എന്ന് പറയുന്നത്. ധാരാളം അക്കൗണ്ടുകൾ ഉൾപ്പെട്ട ഒരു പുസ്തകമാണ് എന്ത് ലെഡ്ജർ. ധാരാളം അക്കൗണ്ടുകൾ ഉൾപ്പെട്ട ഒരു പുസ്തകമാണ് ലെഡ്ജർ. ഇറ്റ് ഈസ് എ സെക്കൻഡറി റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയാനുള്ള കാരണം രണ്ടാമത് രേഖപ്പെടുത്തുന്ന ബുക്കാണ് ലെഡ്ജർ അല്ലേ. ഒന്നാമത് രേഖപ്പെടുത്തുന്ന ബുക്കിൻ്റെ പേരെന്താ? ഒന്നാമത് രേഖപ്പെടുത്തുന്ന ബുക്കിൻ്റെ പേരെന്താ? ജേണൽ. ഒന്നാമത് രേഖപ്പെടുത്തുന്ന ബുക്കിൻ്റെ പേരാണ് എന്ത്? ജേണൽ അല്ലേ. ഫസ്റ്റ് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നതിലാണ് ഡെബിറ്റും ക്രെഡിറ്റും ആക്കി ജേണലിനാണ് രേഖപ്പെടുത്തുന്നത്. ജേണലിനാണ് പിന്നെ ലെഡ്ജർക്ക് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടാമത് രേഖപ്പെടുത്തുന്ന ബുക്കിൻ്റെ പേരാണ് എന്ത്? ലെഡ്ജർ. അതുകൊണ്ടാണ് ഞാൻ ഈ ട്രാൻസാക്ഷൻ എഴുതിച്ചിട്ട് പിന്നെ ജേണൽ എഴുതിച്ചിട്ട് ജേണലിന് ലെഡ്ജർക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ജേണൽ ഒരേ സ്വഭാവമുള്ളതിന് ഒരു അക്കൗണ്ട് എഴുതണം. ലെഡ്ജർ എന്ന് പറയുന്നത് ഒരേ സ്വഭാവമുള്ളതിന് ഒരു അക്കൗണ്ട് എഴുതുക. പർച്ചേസ് മാത്രം ഒരു അക്കൗണ്ട്, പർച്ചേസ് മാത്രം എന്ത് ചെയ്യുക? പർച്ചേസ് മാത്രം ഒരു അക്കൗണ്ട്, സെയിൽസ് മാത്രം വേറൊരു അക്കൗണ്ട്, ഡ്രോയിങ്സ് മാത്രം വേറെ അക്കൗണ്ട്, സെപ്പറേറ്റ് ഒരേ സ്വഭാവമുള്ളതിനെ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റുന്നതാണ് എന്ത്? ലെഡ്ജർ എന്ന് പറയുന്നത്. എന്തിനാ അങ്ങനെ മാറ്റുന്നു അതുകൊണ്ട് കാര്യം. ഇപ്പോൾ എക്സാമ്പിൾ പറയണം. ഇപ്പോൾ നമുക്ക് ഒരു വർഷത്തെ പർച്ചേസ് എത്രയെന്ന് അറിയണം. അത് ജേണലിൽ നോക്കിയാൽ ഒരു വർഷം മുഴുവൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ജേണൽ നോക്കിയത്. പക്ഷേ പർച്ചേസ് ലെഡ്ജറിൽ നോക്കുമ്പോൾ ആ ഒരു വർഷത്തെ പർച്ചേസ് ലെഡ്ജറിൻ്റെ ബാലൻസ് നോക്കിയാൽ മതി എത്ര ഉണ്ട്. കാരണം അതിൽ പർച്ചേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ പർച്ചേസ് ലെഡ്ജറിൻ്റെ ബാലൻസ് നോക്കി ഒരു വർഷത്തെ പർച്ചേസ് എന്ന് അറിയാൻ പറ്റും. അതുപോലെ സെയിൽസ് ലെഡ്ജർ നോക്കി ഒരു വർഷത്തെ സെയിൽ എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റും. അങ്ങനെ ഓരോ അക്കൗണ്ടുകൾ ഇവിടെയാണ് ലെഡ്ജറിൻ്റെ ആവശ്യകത വരുന്നത് കേട്ടോ. അപ്പോൾ ഒരേ സ്വഭാവമുള്ളതിനെ ഒരേ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതാണ് ലെഡ്ജർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് അക്കൗണ്ട് നമുക്ക് തയ്യാറാക്കാനുള്ളത് ക്യാഷ്. ഒന്നാമത്തെ നമ്പർ കൊടുത്തില്ല, ആ ജേണലിലൊക്കെ നമ്പർ കൊടുത്തില്ല, 1 മുതൽ 9 വരെ നമ്പർ. അപ്പോൾ 9 അക്കൗണ്ട് തയ്യാറാക്കാം. ആ ഫസ്റ്റ് അക്കൗണ്ടാണ് എന്ത്? ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. ക്യാഷ് അക്കൗണ്ട് അത് ലെഡ്ജർ വരയ്ക്കാം. ലെഡ്ജർ എൻ്റെ കൂടെ വരച്ചോളൂ. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF. ഇതിൽ ജേണൽ ഫോളിയോ ഒന്ന് കൊടുക്കാം കേട്ടോ. ഏത് ജേണൽ ഫോളിയോ, പിന്നെ എമൗണ്ട്
അതേപോലെ ഇവിടെ ഡേറ്റ് particulars JF ജേണലിന് ഏത് പേജിൽ നിന്നാണ് വന്നിട്ട് അറിയാൻ വേണ്ടിയിട്ട് JF ജേണൽ ഫോളിയോ കേട്ടോ. JF എമൗണ്ട് അത് 2 സൈഡ് ഉണ്ട്. ലെഡ്ജറിന് ശ്രദ്ധിക്കുക, ലെഡ്ജറിൻ്റെ ഗോൾ അതാണ്. ലെഡ്ജറിന് ഒരു ഡെബിറ്റ് സൈഡ് ഉണ്ട്, അതുപോലെ ഈ സൈഡിൽ ക്രെഡിറ്റ് എന്ന് രേഖപ്പെടില്ല. ഡെബിറ്റ് സൈഡ് ലെഡ്ജറിന് 2 സൈഡ് ഉണ്ട്, ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ്. അത് ഡെബിറ്റ് സൈഡിൽ ഡേറ്റ് ഉണ്ട്, പർട്ടിക്കുലേഴ്സിൻ്റെ JF ജേണൽ ഫോളിയോ എമൗണ്ട്. അതുപോലെ ക്രെഡിറ്റ് സൈഡിലും ഡേറ്റ് പർട്ടിക്കുലേഴ്സ് JF എമൗണ്ട് 2 സൈഡിലുണ്ടാവും. ഇനി നമ്മൾ ഈ നമ്മൾ മാർക്ക് ചെയ്ത ജേണലിൽ മാർക്ക് ചെയ്ത കംപ്ലീറ്റ് ഉണ്ട്, ഒന്ന് കാണേണ്ട കംപ്ലീറ്റ് കൊടുക്ക് പോസ്റ്റ് ചെയ്യണം. നമ്മൾ ക്യാഷ് അക്കൗണ്ടിക്ക് പോസ്റ്റ് ചെയ്യണം അല്ലേ. നമ്മൾ 9 അക്കൗണ്ടാണ് ഇവിടെ നമുക്ക് തയ്യാറാക്കാനുള്ളത്. അപ്പോൾ 9 അക്കൗണ്ട് തയ്യാറാക്കും. ഒന്നാമത്തെ അക്കൗണ്ട് പേരെന്താ? ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓപ്പോസിറ്റ് പോസ്റ്റിങ്ങാണ്, ഓപ്പോസിറ്റ് പോസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ എന്ത് ചെയ്തില്ല, ക്യാഷ് അക്കൗണ്ടിൽ എഴുതാൻ പാടില്ല. ആ ക്യാഷ് അക്കൗണ്ടിന് ഓപ്പോസിറ്റ് എന്താണ് അത് എഴുതൽ. ക്യാഷ് അക്കൗണ്ട് ഓപ്പോസിറ്റ് എന്താ അവിടെ ഉള്ളത്? ക്യാപിറ്റലാണ്. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പോസിറ്റ് ആയി എഴുതിക്കുക. എന്താ ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പോസിറ്റ് എന്താ? ക്യാഷ്. ആ ജേണൽ എൻട്രിയിൽ ആ എൻട്രിക്ക് ഓപ്പോസിറ്റ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിലെ ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ക്യാഷ് അക്കൗണ്ട് എഴുതൂല, അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ എൻട്രിയിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ വന്നാൽ അതാണ് തയ്യാറാക്കുക. അപ്പോൾ ഈ ഒന്ന് കാണേണ്ട കംപ്ലീറ്റ് ഇതിക്ക് എടുത്ത് ചെയ്താളാം, ഒന്ന് കാണേണ്ട കംപ്ലീറ്റ് ഇവിടെ എടുത്ത് ചെയ്താൽ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ നമുക്ക് നോക്കുക. ക്യാഷ് അക്കൗണ്ട് അറ്റോട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ അല്ലേ. അതിൽ ഒന്ന് ക്യാഷ് ഒന്നല്ലേ, അതിൽ ക്യാഷ് ഇതിക്ക് പോസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിൽ ആ ഒന്നാമത്തെ ട്രാൻസാക്ഷനിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ? നമുക്കറിയാം ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റിലാണ്. അപ്പോൾ ഡെബിറ്റിക്ക് ആ എമൗണ്ട് കൊടുക്കുക 25,000. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ചെയ്യുന്ന അക്കൗണ്ട് ഡെബിറ്റിലാണെങ്കിൽ ഡെബിറ്റിക്ക് എമൗണ്ട് കൊടുക്കുക, ക്രെഡിറ്റിലാണ് ക്രെഡിറ്റ്. ഇപ്പോൾ ചെയ്യുന്ന അക്കൗണ്ട് എന്താണ്? ഇവിടെ ക്യാഷ് അക്കൗണ്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് ആ എൻഡിയിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റിലാണെങ്കിൽ ഡെബിറ്റിക്ക് എമൗണ്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ, ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റ് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എളുപ്പം ശരിയാണ്. അപ്പോൾ ചെയ്യുന്ന അക്കൗണ്ട് നമ്മളിപ്പോൾ ഏത് ലെഡ്ജർ അക്കൗണ്ടാണ് തയ്യാറാക്കുന്നത്, ആ ലെഡ്ജർ അക്കൗണ്ട് ആ എൻട്രിയിൽ ഡെബിറ്റിലാണെങ്കിൽ ഡെബിറ്റിക്ക് എമൗണ്ട് കൊടുക്കുക, ക്രെഡിറ്റിലാണ് ക്രെഡിറ്റിക്ക് എമൗണ്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഇട്ടിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റിലാണ് ക്യാഷ് അക്കൗണ്ട് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റിലായതുകൊണ്ട് ആ ഡെബിറ്റിക്ക് അതിൻ്റെ എമൗണ്ട് കൊടുത്തു, എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്ത്. ഒരിക്കലും ചെയ്യുന്ന ലെഡ്ജർ അക്കൗണ്ട് അതിൻ്റെ ആ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഉള്ളിൽ അതിൻ്റെ പേര് എഴുതില്ല, അതിൻ്റെ ഓപ്പോസിറ്റേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ എഴുതുള്ളൂ കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനി സെക്കൻഡ് ട്രാൻസാക്ഷൻ നോക്കുക. 2-ാം തീയതിയിലെ ബാങ്ക് അക്കൗണ്ട് അറ്റോട്ട് ടു ക്യാഷ് അക്കൗണ്ട്. നമ്മൾ ചെയ്യുന്ന അക്കൗണ്ട് ഏതാ? ക്യാഷ് അക്കൗണ്ടാണ്. അപ്പോൾ ഇവിടെ ക്യാഷ് ഈ രണ്ടാമത്തെ ജേണൽ എൻട്രിയിൽ ബാങ്ക് അക്കൗണ്ട് അറ്റോട്ട് ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് എവിടെയാണ്? ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റിലാണ്. അപ്പോൾ ഇവിടെ എഴുതണം, നമ്മൾ ക്രെഡിറ്റിക്ക് എഴുതണം എമൗണ്ട് അല്ലേ. ക്രെഡിറ്റിക്ക് എത്ര എമൗണ്ട്? 5,000. ഓക്കെ. ഓപ്പോസിറ്റ് എന്താണ്? അതിൻ്റെ ക്യാഷിന് ഓപ്പോസിറ്റ് അതിലുള്ള ആ ജേണൽ എൻട്രിയിൽ ക്യാഷിന് ഓപ്പോസിറ്റിൽ ബാങ്ക് ആണ്. അടുത്ത ട്രാൻസാക്ഷൻ നോക്കുക. അടുത്ത ഇവിടെ ഒന്ന് വരുന്നത് 6-ാം തീയതി 6th 6-ാം തീയതിയിൽ ഒന്ന് വരുന്നുണ്ട്, ക്യാഷ് ക്രെഡിറ്റിൽ വരുന്നുണ്ട്. എന്താ എൻട്രി വരുന്നത്? പർച്ചേസ് അക്കൗണ്ട് അറ്റോട്ട് ടു ക്യാഷ് അക്കൗണ്ട്. അവിടെ ക്യാഷ് അക്കൗണ്ട് എവിടെയാണ്? ക്രെഡിറ്റിലാണ്. അപ്പോൾ ക്രെഡിറ്റിക്ക് നമ്മൾ എമൗണ്ട് പോസ്റ്റ് ചെയ്യുക 4,000. ഓപ്പോസിറ്റ് എന്താ ഉള്ളത്? ക്യാഷിന് ഓപ്പോസിറ്റ് എന്താ? പർച്ചേസ്. ഡേറ്റ് 6th 6-ാം തീയതി. ഇനി അടുത്ത ഒന്ന് ഇവിടെ വരുന്ന നോക്കൂ. 12-ാം തീയതി ഒന്ന് വരുന്നുണ്ട് അല്ലേ. 6-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ 12-ാം തീയതി വരുന്നത് ക്യാഷ് അക്കൗണ്ട് അറ്റോട്ട് ടു സെയിൽസ് അക്കൗണ്ട്. അവിടെ ക്യാഷ് ഡെബിറ്റിലാണ്. അപ്പോൾ ഡെബിറ്റിക്ക് എമൗണ്ട് കൊടുക്കണം 3,000. ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? സെയിൽസ്. ഡേറ്റ് 12. അപ്പോൾ ഇത് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്യണ ലെഡ്ജർ അക്കൗണ്ട്. ഇപ്പോൾ 9 ലെഡ്ജർ അക്കൗണ്ട് ചെയ്യണം. ഏത് ലെഡ്ജർ അക്കൗണ്ട് നമ്മൾ ചെയ്യേണ്ടത്? ആ ലെഡ്ജർ അക്കൗണ്ട് ജേണൽ എൻട്രിയിൽ ആ ഡെബിറ്റ് ആണെങ്കിൽ അത് ഡെബിറ്റ് കൊടുക്കുക, ക്രെഡിറ്റ് ആണ് ക്രെഡിറ്റ് കൊടുക്കുക. ചെയ്യുന്ന അക്കൗണ്ട് ഡെബിറ്റിലാണ് ജേണൽ എൻട്രിയെങ്കിൽ ഡെബിറ്റിക്ക് എമൗണ്ട് കൊടുക്കുക, ക്രെഡിറ്റിലാണ് ക്രെഡിറ്റ് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്തിക്കുക. ആദ്യം എമൗണ്ട് കൊടുക്കുക, എന്നാൽ പഴക്കൂല. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയത് 12-ാം തീയതി. ഇനി അടുത്തത് ഒന്ന് വരുന്നത് ഇവിടെയാണ് 17-ാം തീയതി അരുൺ അക്കൗണ്ട് അറ്റോട്ട് ടു ക്യാഷ് അക്കൗണ്ട്. അവിടെ ക്യാഷ് എവിടെയാണ്? ക്രെഡിറ്റിലാണ്. അപ്പോൾ ക്രെഡിറ്റിക്ക് എമൗണ്ട് കൊടുക്കുക 2,000. എന്നിട്ട് അതിൻ്റെ ആ ക്യാഷിന് ഓപ്പോസിറ്റ് എന്നുള്ള അരുൺ അല്ലേ. ഡേറ്റ് 17. ഓക്കെ. അടുത്ത് 22-ാം തീയതി ക്യാഷ് ഡെബിറ്റില്ല ക്രെഡിറ്റില്ല നോക്കൂ. ക്യാഷ് അക്കൗണ്ട് അറ്റോട്ട് ടു അൻവർ അക്കൗണ്ട്. ക്യാഷ് എവിടെയാണ്? ക്യാഷ് ഡെബിറ്റിലാണ്. അപ്പോൾ ഡെബിറ്റിക്കാണ് എമൗണ്ട് കൊടുക്കേണ്ടത് 500. ഡെബിറ്റ് 500.
ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു അൻവർ, അപ്പോൾ ടു അൻവർ എന്ന് കൊടുക്കുക അല്ലേ. ഡേറ്റ് എത്രയാണ്? 22. ഓക്കെ, അപ്പോൾ 25 പിന്നെ 25 ഒന്ന് വരുന്നുണ്ട് ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് അവിടെ ക്രെഡിറ്റിലാണ്, അപ്പോൾ ക്രെഡിറ്റിക്ക് എമൗണ്ട് കൊടുക്കണം. ഓപ്പോസിറ്റ് എന്താ ഡ്രോയിങ്സ് അല്ലേ. പിന്നെ 25 ഡേറ്റ് കൊടുക്കുക. അത് 28 സാലറി അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്. ഇവിടെ ക്യാഷ് എവിടെയാണ്? ക്രെഡിറ്റിലാണ്, അപ്പോൾ ക്രെഡിറ്റിക്ക് എമൗണ്ട് കൊടുക്കുക. എത്രയാണ്? 3000. ഓപ്പോസിറ്റ് സാലറി 28. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ നിങ്ങളിത് എഴുതുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ കൂടെ തന്നെ എഴുതുക. അപ്പോൾ കൂടുതൽ മനസ്സിലാവും. ഒന്ന് എഴുതുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എഴുതുക, ശ്രദ്ധിക്കുക, വീഡിയോ ശ്രദ്ധിക്കുക, എഴുതുക കേട്ടോ. അപ്പോൾ ഞാൻ കാരണം ഇത് ഈ മായ്ച്ചുകൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. പിന്നെ അപ്പോൾ ഇതിലൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏത് ലെഡ്ജർ അക്കൗണ്ടാണ് തയ്യാറാക്കുന്നത് അതിൻ്റെ പേര് അതിൻ്റെ ഉള്ളിൽ വരില്ല. പിന്നെ ചെയ്യണ ലെഡ്ജർ അക്കൗണ്ട് അത് ജേണൽ എൻട്രിയിൽ ഡെബിറ്റ് ആണെങ്കിൽ ഡെബിറ്റിക്കാണ് എമൗണ്ട് കൊടുക്കേണ്ടത്. അത് ചെയ്യണ ലെഡ്ജർ അക്കൗണ്ട് ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റിക്കാണ് എമൗണ്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ ആദ്യം എമൗണ്ട് കൊടുത്തിട്ട് ആ ജേണൽ എൻട്രിൻ്റെ ഓപ്പോസിറ്റ് ചെയ്ത് കണ്ട ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ളത് കണ്ട ക്യാഷ് ഡെബിറ്റിലായതുകൊണ്ട് ഡെബിറ്റിക്ക് എമൗണ്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ക്യാപിറ്റൽ എഴുതി അല്ലേ. അപ്പോൾ ഇവിടെ ഉണ്ടോ, ഇവിടെ എന്നാൽ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്നുള്ളത് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് അക്കൗണ്ടിൽ ഇവിടെ ക്യാഷ് ക്രെഡിറ്റിലാകുമ്പോൾ ക്യാഷ് ക്രെഡിറ്റ് കൊടുത്തു, ഓപ്പോസിറ്റ് ബാങ്ക് എഴുതി. അങ്ങനെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ 2 പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ചെയ്യണ ലെഡ്ജർ അക്കൗണ്ടിൽ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ പേര് എഴുതില്ല. പിന്നെ ചെയ്യണ ലെഡ്ജർ അക്കൗണ്ട് ജേണൽ എൻട്രി ഡെബിറ്റിലാണെങ്കിൽ ഡെബിറ്റിക്ക് എമൗണ്ട് കൊടുക്കുക, അത് ക്രെഡിറ്റിലാണ് ക്രെഡിറ്റിക്ക് എമൗണ്ട് കൊടുക്കുക. ഇനി നമ്മൾ ഈ അക്കൗണ്ട് ടോട്ടലും ബാലൻസും ചെയ്യണം കേട്ടോ. നമുക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എങ്ങനെ ടോട്ടലും ബാലൻസും ചെയ്യുക? എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടലും ബാലൻസും ചെയ്യുമ്പോൾ ഒരു എൻട്രി ചെയ്താളുടെ ഗ്യാപ്പ് അടിയിലും മുകളിലും ഇട്ടിട്ട് വരക്കുക. ഒരു എൻട്രി ചെയ്താളുടെ അടിയിലും ഒരു ഗ്യാപ്പ് ഇടുക, മുകളിലും ഇതേപോലെ കണ്ട. അതേപോലെ ഇവിടെയും ഒരു എൻട്രി ചെയ്താളുടെ ഗ്യാപ്പ് അടിയിലും മുകളിലും വിടുക. എന്നിട്ട് ടോട്ടൽ ശരിക്കും സ്കെയിൽ വെച്ച് വരക്കണം. അതേപോലെ സ്കെയിൽ വെച്ചിട്ട് ഒരേപോലെ വരണം കേട്ടോ. ഇതുവഴി വരും. ഇതിന് നേരെ തന്നെ 2 സൈഡ് ടോട്ടൽ 2 സൈഡ് അടിയിലും മുകളിലും വരച്ചേക്കുക. ടോട്ടൽ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ, എന്താ ഈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ? ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏത് സൈഡിലാണോ കൂടുതൽ 2 സൈഡിക്ക് ഒരേപോലെ എഴുതുക. ഡെബിറ്റിലാണ് കൂടുതലെങ്കിൽ 2 സൈഡിക്ക് ഒരേപോലെ എഴുതുക, ക്രെഡിറ്റിലാണെങ്കിലും 2 സൈഡിക്ക് ഒരേ. ഏതാ കൂടുതൽ നോക്കുക, ഏത് ഡെബിറ്റ് സൈഡാണോ ക്രെഡിറ്റ് സൈഡാണോ കൂടുതൽ നോക്കുക, കൂടുതൽ 2 സൈഡിക്കും ഒരേപോലെ എഴുതുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഡെബിറ്റ് സൈഡാണ് കൂടുതലാണ്. ഇവിടെ 25 ഉണ്ടല്ലോ, 25 3000 28 500. അപ്പോൾ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. അതുകൊണ്ടാണ് ഞാൻ 2 സൈഡിക്കും 28,500 എഴുതുന്നുണ്ട്, 28,500. ഈ നേരെ മറിച്ച് ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ആ തുക 2 സൈഡിക്കും ഒരേപോലെ എഴുതുക. ഇതിനാണ് ടോട്ടൽ എന്ന് പറയുന്നത്. ഏത് സൈഡാണോ കൂടുതൽ 2 സൈഡിക്കും ഒരേപോലെ എഴുതുന്നതിനാണ് നമ്മൾ ടോട്ടൽ എന്ന് പറയുന്നത്. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഏത് സൈഡിലാണോ കൂടുതൽ അതിന് കുറവുള്ള മൈനസ് ചെയ്യുക. ഏത് സൈഡിലാണോ കൂടുതൽ അതിന് കുറവുള്ള തുക മൈനസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ അല്ല കൂടുതൽ, ഡെബിറ്റ് സൈഡിലാണ് കൂടുതലുള്ളത് അല്ലേ, അതിന് കുറവുള്ള തുക പറഞ്ഞാൽ ക്രെഡിറ്റ് സൈഡ് മൈനസ് ചെയ്യണം. അത്ര മൈനസ് 28,500 അത്ര മൈനസ് ചെയ്യേണ്ടത് നോക്കൂ. പിന്നെ 5 4 9 9 2 11 11 12 12 15 അല്ലേ, 15,000 മൈനസ് ചെയ്യാണ്ട് അല്ലേ, 15,000 മൈനസ് ചെയ്യാണ്ട് 28,500 15,000 മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര വരും? 13,500 വരും അല്ലേ. 13,500 ബാലൻസ് വരും. 13,500 അല്ലേ. അപ്പോൾ ഡെബിറ്റ് സൈഡ് 28,500 ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് 13,500. അപ്പോൾ 78,500 13,500 ഡെബിറ്റ് സൈഡ് 28,500 ഉണ്ട്, അതുപോലെ ക്രെഡിറ്റ് സൈഡ് 15,000 ഉണ്ട്. അപ്പോൾ 28,500 15,000 മൈനസ് ചെയ്യുമ്പോൾ 13,500 അതിൻ്റെ ബാലൻസ്. അതാണ് ബാലൻസ്. കൂടുതലുള്ളതിൽ നിന്ന് കുറവുള്ള മൈനസ്. അപ്പോൾ ഈ ബാലൻസ് എവിടെ കുറവുള്ളിടത്ത് നമ്മൾ കൊടുക്കുക, എവിടെ കുറവുള്ള അവിടെയാണ് ഈ ബാലൻസ് എഴുതി വെക്കുക. 13,500. ഈ ബാലൻസ് എന്താ പറയുക? ക്ലോസിങ് ബാലൻസ്, ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറയും കേട്ടോ. ബാലൻസ് ക്യാരിഡ് ഓൺ. ശ്രദ്ധിക്കുക, കുറവുള്ളിടത്താണ് എന്ത് കൊടുക്കുക? ആ ബാലൻസ് ക്യാരിഡ് ഓൺ വരിക. എവിടെ കുറവുള്ളത് അതിനാണ് ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്. ആ കുറച്ചിട്ടായി എമൗണ്ട് കൊടുക്കുക 13,500. ഇതിനെ ക്ലോസിംഗ് ബാലൻസ് പറയാം. ഇനി എപ്പോഴും ബാലൻസ് ക്യാരി ഓൺ ശ്രദ്ധിക്കുക. ടോട്ടലിൻ്റെ മുകളിലായിരിക്കും ബാലൻസ് ക്യാരി ഓൺ എഴുതുക. ബാലൻസ് ബ്രോഡ് ഓൺ ടോട്ടലിൻ്റെ താഴെ. ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് ബാലൻസ് ആണ്. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, എവിടെ ക്യാരിഡ് ഓൺ എഴുതിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബാലൻസ് ബ്രോഡ് ഓൺ കൊടുക്കുക. ബാലൻസ് ബ്രോഡ് ഓൺ. ബാലൻസ് ബ്രോഡ് ഓൺ എപ്പോഴും ടോട്ടലിൻ്റെ താഴെ എഴുതുള്ളൂ. അപ്പോൾ എത്രയാണ് ക്യാരിഡ് ഓൺ അതന്നെ ബ്രോഡ് ഓൺ കേട്ടോ. ഇങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കുക. അപ്പോൾ ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു എന്നെന്താ, ആ ചെയ്യുന്ന ലെഡ്ജർ അക്കൗണ്ടിൽ ആ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ പേര് എഴുതൂല, അതിൻ്റെ ഓപ്പോസിറ്റാണ് എഴുതുക. പിന്നെ ആ ചെയ്യുന്ന ലെഡ്ജർ അക്കൗണ്ട് ജേണൽ എൻട്രി ഡെബിറ്റ് ആണെങ്കിൽ ഡെബിറ്റിക്ക് ആദ്യം എമൗണ്ട് കൊടുക്കുക, ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റിക്ക് ആദ്യം എമൗണ്ട് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്ത ഡേറ്റ് കൊടുക്കുക.
പിന്നെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏത് സൈഡിലാണോ കൂടുതൽ രണ്ട് സൈഡിലും ഒരേപോലെ എഴുതുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്, ടോട്ടൽ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഏത് സൈഡിലാണോ കൂടുതലായി കുറവുള്ളത് മൈനസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഈ എക്സാമ്പിൾ അനുസരിച്ച് ഇവിടെ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ, രണ്ട് സൈഡിൽ ഒരേപോലെ ടോട്ടൽ എഴുതി, എന്നിട്ട് ഡെബിറ്റ് സൈഡിൽ നിന്ന് ക്രെഡിറ്റ് സൈഡ് കുറച്ചു, അപ്പോൾ കിട്ടിയത്ര ബാക്കി ബാലൻസ് 13,500. ആ ബാലൻസ് നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറയാം. ആ ഏത് സൈഡിലാണ് കുറവുള്ള അവിടെയാണ് നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ കൊടുക്കുക, ആ ടോട്ടലിന് മുകളിലാണ് എഴുതുക, എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യുക, ബാലൻസ് ബ്രോ ഡൗൺ എന്ന് ചെയ്യുക, ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കുക 13,500. ഓക്കെ. ഇങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കുക കേട്ടോ. ഇപ്പോൾ ഒരു ലെഡ്ജർ അക്കൗണ്ട് ഞാൻ ചെയ്തു, വേണമെങ്കിൽ ഒന്നും കൂടെ ചെയ്തുതരാം. ഓക്കെ. ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ എല്ലാവരും, ഇത് കാണുന്ന എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതിൻ്റെ കൂടെ തന്നെ ഇത് എഴുതിയെടുക്കുക. ഓക്കെ. ഞാൻ അടുത്ത ലെഡ്ജർ അക്കൗണ്ട് ചെയ്യാം. അടുത്ത ലെഡ്ജർ അക്കൗണ്ട് പേരെന്താ, അടുത്ത രണ്ടാമത്തെ ലെഡ്ജറൊക്കെ 2 നമ്പർ നോക്കിയാൽ മതി. ആ ജേണലിൽ നോക്ക്, 2 നമ്പർ കൊടുത്താൽ നമ്മൾ 2 ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ. അപ്പോൾ ഹെഡിങ് കൊടുക്കുക ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് കൊടുക്കുക, ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കുക. ഒരു ട്രാൻസാക്ഷൻ അതിൽ എഴുതാനുള്ളൂ, പ്രത്യേകം ശ്രദ്ധിക്കട്ടെ, ഒരു ട്രാൻസാക്ഷൻ അതിൽ എഴുതാനുള്ളൂ. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, എമൗണ്ട്. ഓക്കെ. ഡേറ്റ് കൊടുക്കുക, പർട്ടിക്കുലേഴ്സ് കൊടുക്കുക, LF, എമൗണ്ട്, അതേപോലെ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, എമൗണ്ട്, DR എന്ന് കൊടുക്കുക, ഡെബിറ്റ് ക്രെഡിറ്റ് സൈഡ്. അവിടെ ആകെ ഒരു ട്രാൻസാക്ഷൻ, 2 നോക്കി നമുക്കറിയാം, 2 ക്യാപിറ്റൽ അക്കൗണ്ട്, ആകെ 1 എഴുതാനുള്ളൂ. ആ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുന്ന അക്കൗണ്ടിൻ്റെ പേരെന്താ, ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെ എടുക്കേണ്ടത് ക്രെഡിറ്റിലാണ് എടുക്കുന്നത്. അപ്പോൾ ക്രെഡിറ്റിക്ക് എമൗണ്ട് കൊടുക്കുക. എത്ര എമൗണ്ട്, 25,000. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ ഉള്ളത്, ക്യാഷ്. ഡേറ്റ് എത്ര, 1 അല്ലേ. ഇനി ഇവിടെ വേറെ 2 വേറെ ഇല്ലല്ലോ, അപ്പോൾ 2 വേറെ എഴുതാം. ഇനി ഇതിന് ടോട്ടലും ബാലൻസും എങ്ങനെ ചെയ്യുക, ഞാൻ പറഞ്ഞു അടിയിലും മുകളിലും ഒരു എൻഡിക്കുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് ഒരേപോലെ വരയ്ക്കുക. അടിയിലും മുകളിലും ഒരു എൻഡിക്കുള്ള ഗ്യാപ്പ് ഇട്ട് ഒരേപോലെ വരയ്ക്കുക. ഇവിടെ ഏത് സൈഡാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡ് ഒന്നുമില്ല, അപ്പോൾ ക്രെഡിറ്റ് സൈഡ് തന്നെ കൂടുതൽ. ആ 2 സൈഡുക്കും 25,000 എന്ന് കൊടുക്കുക. ഇവിടെ കുറവുള്ളത് നമുക്കറിയാം, ഇതിവിടെ നമ്മൾ വീണ്ടും എടുത്തെഴുതിയത്, ഈ സംഭവം, ഈ സംഖ്യ ഇവിടെ ഇല്ല. എവിടെയാണ് കൂടുതലുള്ള 25, ഇവിടെ ഇവിടെ ഒന്നുമില്ല. അത്ര കുറവുള്ള തുക എന്താണ്, ക്യാരി ഡൗൺ ആയിട്ട് ചെയ്ത് കേട്ടോ. എത്രയാണോ സംഖ്യ കുറവുള്ളത് ക്യാരി ഡൗൺ ആയിട്ട് ചെയ്താൽ. പക്ഷെ ശ്രദ്ധിക്കുക, അവിടെ ഈ ക്രെഡിറ്റ് സൈഡ് മാത്രമേ എമൗണ്ട് ഉള്ളൂ, ഡെബിറ്റ് സൈഡ് ശരിക്കും എമൗണ്ട് ഇല്ല, ടോട്ടലായിട്ട് എഴുതിയ എമൗണ്ടാണത്. അപ്പോൾ ഇവിടെ എത്രൻ്റെ കുറവുണ്ട്, അതാണല്ലോ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞത്. ആ ഭാഗത്ത് എത്രൻ്റെ കുറവുണ്ട്, ഇവിടെ എത്രൻ്റെ കുറവുണ്ട്, ബാലൻസ് ക്യാരി ഡൗൺ എത്ര, 25,000. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുക, ബാലൻസ് ബ്രോ ഡൗൺ. എന്താ, ക്യാപിറ്റൽ അക്കൗണ്ട്. നെക്സ്റ്റ് അക്കൗണ്ട് ഏതാണ്, മൂന്നാമത്തെ അക്കൗണ്ട് ബാങ്ക് അല്ലേ, ബാങ്ക് അക്കൗണ്ട്. അതുപോലെ ഇതാ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, എമൗണ്ട് കേട്ടോ. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, LF, എമൗണ്ട്, DR കൊടുക്കുക, CR കൊടുക്കുക. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ അക്കൗണ്ട് പേര് ബാങ്ക് ആണ് അല്ലേ. ബാങ്ക് ഡെബിറ്റ്, അവിടെ 3 ഓരോരുത്തർ വന്നിട്ടുള്ളൂ, കാരണം 1 ഒരുപാടുണ്ടായത്, ഒരുപാട് അക്കൗണ്ട് വന്നു അല്ലേ. 3 എന്നുള്ള നമ്പർ ബാങ്ക് ഓരോരുത്തർ മാത്രമേ ഉള്ളൂ. ബാങ്ക് ഡെബിറ്റിലാണ് ക്രെഡിറ്റില്ല, ബാങ്ക് ഡെബിറ്റിലാണ് എത്ര എമൗണ്ട്, 5,000 അല്ലേ. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ ഉള്ളത്, ക്യാഷ് അല്ലേ. ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് അവിടെ ക്യാഷ് അല്ലേ ഉള്ളത്, ക്യാഷ്. പിന്നെ ഇവിടെ വേറൊന്നും എഴുതാനില്ല, ശ്രദ്ധിച്ചോ, ഇവിടെ വേറൊന്നും എഴുതാനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബാങ്ക് ടോട്ടൽ ചെയ്യുക, ക്യാഷ് ടോട്ടൽ ചെയ്യുക. ഡെബിറ്റ് സൈഡിലും അടിയിലും മുകളിലും ഓരോ എൻട്രിക്കുള്ള ഗ്യാപ്പ് വിട്ടിട്ട്, അടിയിലും മുകളിലേക്ക് ഓരോ എൻട്രിക്കുള്ള ഗ്യാപ്പ് വിട്ടിട്ട് ടോട്ടൽ ഏത് സൈഡാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡാണ് കൂടുതൽ, 5,000. ഇവിടെ കുറവുള്ളത്, ക്രെഡിറ്റ് സൈഡ് കുറവുണ്ട്. കുറവുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ക്യാരി ഡൗൺ. എപ്പോഴും കുറവുള്ളിടത്താണ് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് കൊടുക്കുക. എത്രയാണോ കുറവ്, ശരിക്കും ഇവിടെ മൈനസ് ചെയ്യാനൊന്നുമില്ല, മൈനസ് ചെയ്യാണ്ടെങ്കിൽ മൈനസ് ചെയ്തിട്ടുള്ള ബാലൻസ് ആണ് ബാലൻസ് ക്യാരി ഡൗൺ എന്നിട്ട് ചെയ്താൽ. ഇവിടെ മുഴുവൻ മൈനസ് ഒന്നുമില്ല, ഒരു സംഖ്യയില്ല, അപ്പോൾ മുഴുവൻ അത്ര എമൗണ്ടിന് കുറവുണ്ട്, അതുകൊണ്ടാണ് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് കൊടുത്തത്. എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ബ്രോ ഡൗൺ എന്ന് കൊടുക്കുക, ബാലൻസ് ബ്രോ ഡൗൺ. ഓക്കെ.
ബാലൻസ് പ്രോബ്ലം അയ്യ. എപ്പോഴും ബാലൻസ് പ്രോബ്ലം എഴുതുമ്പോൾ ടോട്ടലിൻ്റെ താഴെയാണ് എഴുതുക. ടോട്ടലിൻ്റെ നേരെ നമ്മൾ ഒന്നും എഴുതരുത്. ടോട്ടലിൻ്റെ താഴെയാണ് ബാലൻസ് പ്രോബ്ലം എഴുതുക. അപ്പോൾ നമ്മൾ 3 ലെഡ്ജർ അക്കൗണ്ടും ചെയ്തു. ഇനി ഇവർ പിന്നെ മനസ്സിലാവാത്തവർ ഫസ്റ്റ് മുതൽ ആ ക്യാഷ് അക്കൗണ്ടും ചെയ്ത 3 അക്കൗണ്ടും ഒന്നും കൂടി ആവർത്തിച്ച് കാണാം, റിപ്പീറ്റ് ചെയ്ത് കാണാം. അപ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇനി ഒരു അക്കൗണ്ടും ഞാൻ ചെയ്യാം. പർച്ചേസ് അക്കൗണ്ടും ചെയ്യാം കേട്ടോ. പർച്ചേസ് അക്കൗണ്ട് ഡേറ്റ് particulars LF amount date particulars LF. ഓക്കെ, JF date particulars JF amount date particulars JF amount. ഓക്കെ, ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ നാലാമത്തെ അക്കൗണ്ട് പേരാണ് പർച്ചേസിലെ. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പർച്ചേസ് അക്കൗണ്ട്, ഈ ഒരു അക്കൗണ്ട് ഒരു ലെഡ്ജർ അക്കൗണ്ടുള്ള അതിൻ്റെ പേര് കൊടുക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ചെയ്തു. പർച്ചേസ് അക്കൗണ്ട് ഇവിടെ ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റിലാണ്. അപ്പോൾ ഡെബിറ്റിക്ക് എന്ത് ചെയ്യുക, എമൗണ്ട് കൊടുക്കുക 4000. ഓപ്പോസിറ്റ് എന്നുള്ളത് അരുൺ എന്ന് കൊടുക്കുക. ഓക്കെ, അരുൺ ഡേറ്റ് കൊടുക്കുക 9-ാം തീയതി. പിന്നെ എവിടെയെങ്കിലും വരുന്നുണ്ടോ പർച്ചേസ്? 4 ഉണ്ടല്ലേ, 9-ാം തീയതി ഉണ്ടല്ലേ. വീണ്ടും പർച്ചേസ് ഉണ്ട്, അത് പർച്ചേസ് ഡെബിറ്റിലാണല്ലേ. 9-ാം തീയതി ട്രാൻസാക്ഷൻ എന്താ? പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. പർച്ചേസ് ഡെബിറ്റിലാണ്, അപ്പോൾ ഡെബിറ്റിക്ക് തന്നെ എമൗണ്ട് കൊടുക്കുക. ഓപ്പോസിറ്റ് എന്താണ്? അരുൺ അല്ലേ. ഇവിടെ 6-ാം തീയതി ക്യാഷ് എന്നാണ് ഉണ്ടല്ലേ. 6-ാം തീയതി പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ് ആണ്, ഓപ്പോസിറ്റ് ക്യാഷ് ആണ്. ഇവിടെ ഓപ്പോസിറ്റ് അരുൺ എന്നാണ് അല്ലേ. ഇത് രണ്ടിലേ ഉള്ളൂ, വേറെ ഇല്ലല്ലോ അല്ലേ. 4-ാം തീയതി തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ എന്താണ്? ഏത് സൈഡ് കൂടുതൽ? ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. ഡെബിറ്റ് സൈഡ് എത്രയുണ്ട്? 7000. രണ്ട് സൈഡിക്ക് ഒരേപോലെ ടോട്ടൽ ചെയ്യുക. എവിടെ കുറവുള്ളത്? ക്രെഡിറ്റ് സൈഡിലാണ് കുറവുള്ളത്, അവിടെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് കൊടുക്കുക. ബാലൻസ് ക്യാരി ഡൗൺ CBD. എത്രൻ്റെ കുറവുണ്ട്? 7000-ൻ്റെ കുറവുണ്ട് അവിടെ അല്ലേ. എന്നിട്ട് ഓപ്പോസിറ്റ് ബ്രോ ഡൗൺ ചെയ്യുക, ബാലൻസ് ബ്രോ ഡൗൺ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ലെഡ്ജർ അക്കൗണ്ട്. ഇപ്പോൾ 4 ലെഡ്ജർ അക്കൗണ്ട് ഞാൻ ചെയ്ത് കാണിച്ചു. ബാക്കി നിങ്ങൾ പിന്നെ 5 ലെഡ്ജർ അക്കൗണ്ട് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാൻ തരാം, ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ. ഇതിൻ്റെ കൂടെ ഇതേപോലെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചെയ്യുക. ഇതിൻ്റെ ജേണലും ലെഡ്ജറും ചെയ്യുക കേട്ടോ. ചെറിയ ക്വസ്റ്റ്യൻ. 2009 ഫെബ്രുവരി 1 അരുൺ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ്. Arun started business with cash 50,000. 4-ാം തീയതി opened a bank account ₹6,000. 8-ാം തീയതി purchased goods for cash ₹10,000. 12-ാം തീയതി purchased goods on credit from Mohan
8,000. 16 sold goods for cash rupees 7,000. 18 sold goods on credit to Varun rupees 5,000. 20 goods returned to Mohan rupees 2,000. 24 cash paid to Mohan rupees 3,000. 25 cash received from Varun rupees 1,000. 27 rent paid rupees 4,000. 28 salary paid rupees 3,000. ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ ഫസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ എഴുതി അതിൻ്റെ ജേണൽ എഴുതി, അതിൻ്റെ കൂടെ നിങ്ങൾ ജേണൽ എഴുതി, അതിൻ്റെ കൂടെ ലെഡ്ജർ 9 ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കാണ്ട് അതിൽ 4 ലെഡ്ജർ അക്കൗണ്ട് പർച്ചേസ് വരെ ഞാൻ എഴുതി, 4 ലെഡ്ജർ അക്കൗണ്ട് എഴുതി കാണിച്ചു തന്നു. ആ 4 ലെഡ്ജർ അക്കൗണ്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണാം, അപ്പോൾ ഡൗട്ടുകൾ വരില്ല. എന്നിട്ട് ബാക്കി വരുന്ന 5ഉം 6ഉം 7ഉം 8ഉം 9ഉം ലെഡ്ജർ അക്കൗണ്ട് നിങ്ങൾ ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ഞാൻ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. ആ വായിച്ചത് ക്വസ്റ്റ്യൻ ബോർഡിൽ കാണില്ലെങ്കിൽ ആ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ എഴുതിയെടുക്കുക. എന്നിട്ട് ഈ ബോർഡിൽ എഴുതിയ ക്വസ്റ്റ്യൻ്റെ അതേപോലെ തന്നെ അതിൻ്റെ ജേണൽ തയ്യാറാക്കുക, ലെഡ്ജറും തയ്യാറാക്കുക. ഓക്കെ.